കേരളത്തിലെ കുടമാളൂർ ഇടവകയിൽ മുട്ടത്തുപാടത്ത് കുടുംബത്തിൽ 1910 ആഗസ്റ്റ് 19 അന്നക്കുട്ടി എന്ന അൽഫോൻസ ഭൂജാതയായി. ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട അവളെ മാതൃസഹോദരിയാണ് വളർത്തിയത്. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച സ്വഭാവ രൂപീകരണത്തിൽ വളർന്നുവന്ന അന്നക്കുട്ടി വിവാഹാലോചന മുടക്കാനായി തന്റെ പാദങ്ങൾ ഉമിത്തിയിൽ പൊള്ളിക്കുകയുണ്ടായി. മഠത്തിൽ ചേരാനുള്ള അവളുടെ തീവ്രമായ ആഗ്രഹത്തിന് വീട്ടുകാരുടെ അനുമതി ലഭിക്കുകയും 1927 ഭരണങ്ങാനത്തെ ക്ലാരമഠത്തിൽ പ്രവേശിച്ച അവൾ 1936 ആഗസ്റ്റ് 12 നിത്യവ്രത വാഗ്ദാനം നടത്തുകയും ചെയ്തു. അൽഫോൻസ എന്ന പേര് സ്വീകരിക്കുകയും കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ വലിയ പുണ്യങ്ങൾ ചെയ്യുകയും സ്നേഹം, വിശുദ്ധി, ത്യാഗം, സഹനം, പ്രാർത്ഥന, ഉപവാസം എന്നിവ ജീവിതശൈലിയാക്കിയ അൽഫോൻസാമയുടെ ജീവിതം സഹനത്തിന്റെ തീച്ചൂളയിൽ വാർത്തെടുക്കപ്പെട്ട ഒന്നായിരുന്നു. രോഗങ്ങളാൽ ക്ലേശിച്ച ഒരു വേളയിൽ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് രോഗസൗഖ്യം നൽകുകയുണ്ടായി. സഹനങ്ങളെ സ്നേഹത്തിൽ ചാലിച്ച് യേശുവിന്റെ എത്രയും പ്രിയപ്പെട്ട മണവാട്ടിയായിരുന്ന അൽഫോൻസാമ ആന്തരിക അച്ചടക്കത്തിന്റെയും അനുസരണത്തിന്റെയും വിനയത്തിന്റെയും വിളനിലമായിരുന്നു. ടൈഫോയിഡ്, പനി, ന്യൂമോണിയ തുടങ്ങിയ രോഗങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പിടികൂടിയ അവൾ 1946 ജൂലൈ 28 ഭരണങ്ങാനം മഠത്തിൽ വച്ച് ഈശോ, മറിയം, യൗസേപ്പി എന്നുരുവിട്ടുകൊണ്ട് തന്റെ സഹനബലി പൂർത്തിയാക്കി.